പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം അതിരാവിലെ എനിക്കെൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്തേക്കും ഗുരുപുത്രരുടെ അടുത്തേക്കും ബഹുമാനപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്കും കടന്നു വരുവാനും അല്പസമയം സംസാരിക്കുവാനുമായി ഇടവരുത്തിയതിന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു. മൊബൈൽ ഫോൺ ഏറ്റവും നല്ലതാണ്, ഉപയോഗമാണ്. മൊബൈൽ ഫോൺ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ലത് തന്നെ. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച, ഈ ആഴ്ച ഒരു ഓഫീസിലെ ഒരു കാര്യത്തിന് ചെന്നു. സാധിക്കുവാനായിട്ട് ഏത് ഓഫീസിലാണെന്ന് ചോദിക്കരുത്. ചെന്നു 11 മണിക്ക് ഞാൻ ചെന്നു. 11:05 ഞാൻ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങോട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ബെല്ലടിച്ചു. ഉടൻ തന്നെ മൊബൈൽ എടുത്തുകൊണ്ട് അദ്ദേഹം വെളിയിലേക്ക് അങ്ങ് പോകും. ബാക്കിയുള്ളവരൊക്കെ ഓഫീസിലുണ്ട്. ഇദ്ദേഹം വെളിയിൽ പോയിട്ട് ചിരിക്കുക, സംസാരിക്കുക, കൈ കാണിക്കുക, വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എനിക്ക് 12:30 വരെ, 11 മണിക്ക് ഞാൻ ചെന്നാണ്, 12:30 വരെ ആയിട്ടും ഇദ്ദേഹം ഈ ഫോൺ കോളിൽ നിന്ന് മാറുന്നില്ല. അദ്ദേഹം 12:30 ആയപ്പോൾ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, സാറേ എന്തുമായിരുന്നു ഇത്ര എന്താ? അതേ ഒരു അർജൻറ്റ് കാര്യമായിരുന്നു, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആണ് ഇത്ര താമസിച്ചത്. ശരി. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ വെറുതെ ഫോണെടുത്ത് ഓഫീസിൽ ഉപയോഗിക്കുന്ന എത്രയോ ദുഷ്ടന്മാരായ നമ്മുടെ ജോലിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ എനിക്ക് മാത്രമല്ല എത്രയോ ജനങ്ങൾക്ക് ഇതുപോലുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം കണ്ടറിഞ്ഞിരിക്കുന്ന സത്യമാണ്. എല്ലാ ഓഫീസിലും എല്ലാവർക്കും ഫോണുണ്ട്. അവർ ജോലി സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, കർശനമായിട്ട് നിരോധിക്കണം. അത് അവരുടെ ഓഫീസറുടെ മുമ്പിൽ വരുന്ന സമയത്ത് രാവിലെ വരുമ്പോൾ തന്നെ അവർ ഹാജർ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ മൊബൈൽ ഫോണ് ഓഫീസറെ ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അർജൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ഏറ്റവും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒരു 2 മിനിറ്റത്തേക്കോ 3 മിനിറ്റത്തേക്കോ ആ ആളിന് മൊബൈൽ കൊടുക്കുക. അല്ലാതെ മൊബൈൽ കൊടുത്തത് കൊണ്ട് ഉപയോഗിച്ച ജനങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന അനേകം ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഗവൺമെൻറ് സർവീസിലും പ്രൈവറ്റ് സർവീസിലും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എൻ്റെ അവസ്ഥ 1 മണിക്കൂർ എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടും കാര്യം സാധിച്ചോ? ഇല്ല, നാളെ വരാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ആദ്യമേ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, നാളെ വാ, സാധിച്ചു തരാം. അദ്ദേഹം 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിന്ന് സംസാരിച്ചോട്ട്. ഓഫീസർ അതിനെ കണ്ണടയ്ക്കുക. യൂണിയൻകാരാണ്, യൂണിയൻ്റെ പ്രസരിപ്പാണിത് ഇതിനെല്ലാം കാരണം ഓഫീസർമാർക്ക് ഇവരോട് എതിർക്കാനും പറ്റിയാൽ പിറ്റേ ദിവസം അവർക്ക് സ്ഥലം മാറ്റം യൂണിയൻകാർ ഇടപെടും. രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടും. ചിലപ്പോൾ ഇവൻ രാഷ്ട്രീയ നേതാവായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇവന് പോയി വളരെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കർശനമായി ഓഫീസർമാർ പറയണം, ഗവൺമെൻറ് ഓർഡർ എടുക്കണം. എല്ലാ ഓഫീസിലും രാവിലെ വരുമ്പോൾ ഓഫീസറുടെ മുൻപിൽ അവരവരുടെ ഫോണ് കൊണ്ട് ഹാജരാക്കണം. പോകാൻ നേരത്ത് മാത്രം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉച്ച സമയത്ത് മാത്രം തിരിച്ചു കൊടുക്കുക. അല്ലാത്ത സമയങ്ങളിൽ, ജോലി സമയങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഫോൺ വിളി അവസാനിപ്പിക്കുവാൻ ഇതേ ഉള്ളൂ മാർഗം, അല്ലാതെ യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ട് യൂണിയൻകാരെ നിലയ്ക്ക് നിർത്തണം, ഈ വിളിക്കുന്ന ആളുകളെ നിലയ്ക്ക് നിർത്തണം. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാനായിട്ട് സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് ചെയ്യുന്നു അവർ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴേ 10 മണിക്ക് ജോലിക്ക് വരേണ്ട ആൾ 11 മണിയാകുമ്പോൾ വരും. വന്നാൽ എല്ലാ ഓഫീസിലുമല്ല, വന്നാൽ 11:30-12 ആകുമ്പോഴത്തേനും അവർ 11:30 ആകുമ്പോൾ ചായ കുടിക്കാൻ പോകും. അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരിച്ച് രാഷ്ട്രീയ കാര്യങ്ങളും മതകാര്യങ്ങളും മതപണ്ഡിതന്മാരുടെയും മറിച്ചൊക്കെ ചർച്ച ചെയ്ത് അവർ 12:30 ആകുമ്പോഴത്തേക്ക് വരും. വന്ന് ഫയലൊക്കെ നോക്കി നാളെ വരാൻ പറയും, അല്ലെങ്കിൽ അടുത്ത ദിവസം വരാൻ പറയും. വന്നിട്ട് വീണ്ടും അവരെന്താണ് ചെയ്യുന്നത്? 2 മണിക്ക് വന്നു
വെച്ച് പിന്നെയും ഇത് തന്നെയാണ് ആവർത്തനം. അതുകൊണ്ട് ജോലി സമയം കൃത്യമായി അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതും ഉറപ്പുവരുത്തണം. അത് എല്ലാ സർക്കാർ ഓഫീസുകളിലും 192 സർക്കാർ ഓഫീസുകളിലും ഇതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അതിന് പ്രതികരിക്കണം, രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികരിക്കണം, മത നേതാക്കന്മാർ പ്രതികരിക്കണം, ജനസമൂഹം അതിനുവേണ്ടി പ്രതികരിക്കണം, അതിനുവേണ്ടി സമരം ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്തണം. അവരുടെ ജോലിയിൽ നിന്ന് അവരെ വേണ്ടി വന്നാൽ പിരിച്ചുവിടാൻ പോലും സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ കൃത്യനിഷ്ഠയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, കൈക്കൂലി വാങ്ങിക്കുന്നില്ല. അവർ കൃത്യമായി തന്നെ ജോലി ചെയ്ത് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുന്നുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാനൊരു സാമൂഹിക പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.